ഇപ്പൊ പറയാൻ പോകുന്നത് എന്നെ സ്കൂളിൽ കണക്ക് പഠിപ്പിച്ച സാറുണ്ട്, ശശി സാറ്. അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എല്ലാ കുട്ടികളും ഒരു ക്ലാസ്സിലെ 50 പേരുണ്ടെങ്കിൽ 50 പേരും ഒരു കാര്യം പഠിച്ച ശേഷമേ ഉള്ളൂ അടുത്ത ചാപ്റ്ററിലേക്ക് പോകത്തുള്ളൂ. അപ്പം ഏറ്റവും മോശമായിട്ടുള്ള ഒരാളും ഏറ്റവും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം പോവുള്ളൂ. അപ്പം വളരെ സ്ലോ ആയിരിക്കും. എന്ന് കഴിഞ്ഞാല് ചാപ്റ്റർ നീങ്ങത്തില്ല. അപ്പം ഈ ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ നമ്മൾ ഇരിക്കുമ്പം ചോദ്യപേപ്പർ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പലതിന്റെ ഉത്തരം നമുക്ക് അറിയാൻ പറ്റാതെ വരും. കാരണം ആ പോർഷൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പം ഈ പിള്ളേര് അവർക്ക് പഠിപ്പിക്കാത്ത ഇതാകുമ്പോ അവർ പറയൂല, ഇത് ഞങ്ങൾക്ക് അറിയത്തില്ല, ഇത് പഠിപ്പിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ പ്രിൻസിപ്പളൊക്കെ വരും. അങ്ങനെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളോട് പറയും, ആലോചിച്ചിട്ട് പറയും, സാറുമായിട്ട് ആലോചിക്കും, എന്നിട്ട് പറയും ഇന്ന ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ എഴുതണ്ടെന്ന് പറയും. പിന്നെ പഠിപ്പിക്കാതെ കൊണ്ടാ. പ്രിൻസിപ്പളിന് ഇത് ശരിക്കും ഇഷ്ടമല്ല. പക്ഷെ ഈ സാറിന്റെ രീതി അതായതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പം കുട്ടികളെല്ലാവരും അത്യാവശ്യം നല്ല മാർക്ക് മേടിക്കും. ഇതാണ് ഒരു നല്ല ഗുരുവിന്റെ ലക്ഷണമാണത്. അതുപോലെ ഞങ്ങൾക്ക് ചിലപ്പോൾ ഫ്രീ ടൈം കാണും. എന്ന് വെച്ചാൽ ആ ക്ലാസ് കാണത്തില്ല. അപ്പൊ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സാറ് കയറി വരും. ജസ്റ്റ് ചുമ്മാ സംസാരിക്കാൻ വേണ്ടി, കഥ പറയാനൊക്കെ ആയിട്ട്, പഠിപ്പിക്കാൻ വേണ്ടി വരുന്നതല്ല. പക്ഷെ അദ്ദേഹം അപ്പം നല്ല കഥകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഈ അർജുനന്റെ ഒക്കെ കഥ കേൾക്കുമ്പോഴത്തേക്കും നമ്മള് പിന്നെ ബെല്ലടിക്കുമല്ലോ, ക്ലാസ് കഴിയുമല്ലോ. ഇപ്പം 40 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ അത്രയും സമയം നമ്മളൊരു 3D സിനിമ കാണുന്ന പോലെ കണ്ടോണ്ടിരിക്കും ഇത്. അപ്പൊ അമ്പൊക്കെ ഇത് വിടുക എന്ന് പറഞ്ഞാൽ അമ്പ് നമ്മുടെ നേരെ വരുന്ന പോലെ നമുക്ക് തോന്നും. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞ് പിന്നെ സാർ എന്തെങ്കിലും ക്ലാസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും, ആ അന്ന് പറഞ്ഞ് നിർത്തിയതിനെ ബാക്കി പറയാൻ പറയും. അത്രയും വരെ നമ്മൾ അത് ഓർത്തിരിക്കും കാര്യങ്ങൾ. കാര്യം 3 മാസം കഴിഞ്ഞാണേലും അതിന് ബാക്കി കേൾക്കാൻ നമുക്ക് താല്പര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഗുരുക്കന്മാര് ശരിക്കും കുറവാണ്. പക്ഷെ അതാണ് യഥാർത്ഥത്തിൽ ഗുരു എന്ന് പറയുന്നത്. അല്ലാതെ ഈ 50 പേരിനകത്ത് ഏറ്റവും നല്ല പഠിക്കുന്ന 2 പേർക്ക് ശരിക്കും ഗുരുവിന്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് ഇതെല്ലാം ഒന്ന് നോക്കുമ്പോഴേ മനസ്സിലാവും. അവർക്കല്ല ശരിക്കും ട്രെയിനിങ് വേണ്ടത്, ബാക്കി ഉള്ള കുട്ടികൾക്കാണ്. അപ്പൊ അങ്ങനെ ഉള്ള രീതിയിലുള്ള വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ അങ്ങനെ നടന്നാൽ മാത്രമേ ഉള്ളൂ മാറ്റം സംഭവിക്കുകയുള്ളൂ.